ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഒഴിച്ചുകറിയാണ്. വെണ്ടയ്ക്ക കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറിയാണിത്. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക എപ്പോഴും മുറിക്കുമ്പോൾ അതിൽ തീരെ വെള്ളം പാടില്ല. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം വെണ്ടയ്ക്ക എടുക്കുക. എന്നിട്ട് അതിൻ്റെ രണ്ടറ്റവും നമ്മൾ ഇതേപോലെ ഒന്ന് മുറിച്ച് കളയുക. എന്നിട്ട് നടുഭാഗത്ത് ഇങ്ങനെ ഒന്ന് മുറിക്കുക. ഇതേപോലെയാണ് ഞാൻ ഈ കറിക്ക് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക അരിയാൻ പോണത്. അതേപോലെ തന്നെ നമ്മൾ കടയിൽ പോയിട്ട് വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ അതിൻ്റെ ഈ അറ്റം നമ്മൾ ഇങ്ങനെ ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ ടപ്പേന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ടിൽ അതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മുറിഞ്ഞു പോരുകയാണെങ്കിൽ അത് നല്ല വെണ്ടയ്ക്കയാണ്, അതായത് കൂടുതൽ മൂക്കാത്ത വെണ്ടയ്ക്കാണ്. എന്നാൽ അങ്ങനെ മുറിഞ്ഞു പോരുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വെണ്ടയ്ക്ക വാങ്ങാൻ പാടില്ല. അപ്പോൾ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള കറി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ വെണ്ടയ്ക്കും അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചട്ടിയിലൊക്കെ നമ്മുടെ നാടൻ കറിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നേരത്തെ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന വെണ്ടയ്ക്ക നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ആ പശ പോലത്തെ ആ സംഭവമൊക്കെ വെണ്ടയ്ക്കയുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പോവും. അപ്പം നല്ല ഡ്രൈ ആയി കിട്ടും നമ്മുടെ വെണ്ടയ്ക്ക. അതേപോലെ തന്നെ ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ കറിയിൽ ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക നമ്മൾ കുറച്ച് നേരം ഇട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ചട്ടി തന്നെ വെച്ചാണല്ലോ നമ്മൾ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഇത്തിരി എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തതും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളകും, നല്ല എരിവുള്ള 2 പച്ചമുളക് ഞാൻ ഇതേപോലെ നടുക്കി കീറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഓരോ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ കുറച്ച് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇതിന് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പൊടികൾ മൂപ്പിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മൂപ്പിച്ചെടുത്താൽ മതി. പ്രത്യേകിച്ച് ഈ ചട്ടിയിലൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു മീഡിയം സൈസ് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളി അനുസരിച്ചിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സവോള നല്ല സോഫ്റ്റായി കിട്ടും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ ഉടങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടങ്ങി സവാളയുടെ കൂടെ ചേരണം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരുന്ന നമ്മുടെ വെണ്ടക്കായ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ
നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തേങ്ങാപ്പാലിലിട്ടിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1.5 കപ്പോളം അത്യാവശ്യം കട്ടിയുള്ള നല്ല തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മുടെ ഇനി വെണ്ടയ്ക്കൊക്കെ വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ നല്ല കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് അതൊന്ന് ഇളക്കിയിട്ട് ഞാനിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ചെറുതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കറിയുടെ കളർ തന്നെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് തിളപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ കറിയുടെ റിയൽ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കടുകും മുളകും താളിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 10 മണിയോളം ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് പിന്നെ നമുക്ക് 2-3 വറ്റൽ മുളക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലും കൂടെ അവസാനം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ കറിയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ആ എണ്ണയുടെ ചൂടിലിരുന്ന് മുളക് പൊടി നന്നായിട്ട് മൂത്തോളും. എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ വെണ്ടയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ കടുക് താളിച്ചതിന് ശേഷം നമ്മളിതൊരു 5 മിനിറ്റ് മിനിമം നമ്മൾ മൂടി വെക്കണം. എന്നിട്ട് അതിന് ശേഷം മാത്രം നമുക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 1/2 മണിക്കൂർ ഞാനത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോൾ തുറന്ന് നോക്കി. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല മണമാണ്, അതേപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് നമുക്കൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചോറിൻ്റെ ഒപ്പം ഇത് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക കറിയാണ്, നല്ലൊരു നാടൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.